സന്തോഷ്, കണ്ണൂരിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മിനിറ്റുകളിൽ ക്യൂ അനുഭവപ്പെടുന്നുണ്ടോ? നല്ല തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടോ? മനു, തീർച്ചയായും കണ്ണൂർ ജില്ലയിലും കൃത്യസമയത്ത് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ ഈ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ബൂത്തിലാണ്. ഇവിടെ വോട്ടർമാരുടെ നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാവിലെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. ഇവിടെ പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പാപ്പിനിശ്ശേരി പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, 3 സ്ഥലങ്ങളിലേക്കുള്ള സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായാണ് വോട്ടർമാർ ഈ ബൂത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കീച്ചേരി കുന്ന് വാർഡിലാണ് വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കീച്ചേരി ഡിവിഷനും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കല്യാശ്ശേരി ഡിവിഷനുമാണ് വോട്ടർമാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുള്ളത്. അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ 3 ബൂത്തുകളാണുള്ളത്. അവിടെ 3 ബൂത്തുകളിലും വോട്ടർമാരുടെ നല്ല ക്യൂ തന്നെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നമ്മൾ കണ്ണൂർ കോർപ്പറേഷനിലുള്ള തളാപ്പ് സ്കൂളിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ പൊതുവെ വലിയ ക്യൂ രാവിലെ ദൃശ്യമല്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്ത് മേഖലകളിലെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന അരോളി സ്കൂളിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് വോട്ടർമാർ ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ല പൊതുവെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കണ്ണൂർ ജില്ലയിൽ കൂടുതലായും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഇത്തവണ ശക്തമായിട്ടുള്ള മത്സരം കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗവും വളരെ സജീവമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ വളരെ സജീവമായ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം തന്നെയാണ് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവേശം തുടക്കം മുതൽക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും ഉണ്ട്, പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തും കാണാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. മുന്നണികൾ അവരുടെ വോട്ടർമാരെ പരമാവധി രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്ത് വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ ക്യൂ രാവിലെ തന്നെ ദൃശ്യമായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 71 ഗ്രാമപഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിലെ 25 ഡിവിഷനുകൾ, 8 നഗരസഭകൾ, കണ്ണൂർ കോർപ്പറേഷൻ, അങ്ങനെ 1812 വാർഡുകളിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 21 ലക്ഷം, കൃത്യമായി പറഞ്ഞാൽ 20,92,003 വോട്ടർമാരും 678 പ്രവാസി വോട്ടർമാരും കണ്ണൂർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. ജില്ലയിലെ ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കോർപ്പറേഷനും നഗരസഭകളും ഉൾപ്പെടെ 5472 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 2838 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഏതായാലും നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായി നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് മികച്ച പ്രതികരണം തന്നെ കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽക്ക് തന്നെ വോട്ടർമാർ തിരഞ്ഞെടുപ്പിനോട് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നീണ്ട നിര തന്നെയാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്തും പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തും ഇപ്പോൾ കാണാനുള്ളത്. മനു, തീർച്ചയായും സന്തോഷമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, വലിയ തിരക്ക് ഇപ്പോൾ കണ്ണൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. അരോളി സ്കൂളിലാണ് ഇപ്പോൾ സന്തോഷം നിൽക്കുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ മിനിറ്റുകളിൽ തന്നെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ തിരക്കാകുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ നല്ല തിരക്ക് ആ രീതിയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മികച്ച പ്രതികരണം ആദ്യ മിനിറ്റുകളിൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ലഭിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ആളുകൾ വോട്ട് ചെയ്യാനായി എത്തട്ടെ, അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ആ ഉത്സവത്തിൽ ഏറ്റവും മനോഹരമായി പങ്കാളികളാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.